2026 LBS നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രോസ്പെക്ടസ് ഒന്ന് എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കിയിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതായത് LBSന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ മാസം 30-ാം തീയതിയാണ്. ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അടുത്ത മാസം ജൂലൈ 2-ാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാം? അപേക്ഷ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് നോക്കുന്ന സമയത്ത് കേരളത്തിലാകെ 14 കോഴ്സുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം കേരളത്തിൽ 19ഓളം കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ സീറ്റ് ഇൻടേക്കിലും വർധനവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം കേരളത്തിൽ ഒത്തിരി കുട്ടികൾ ഇതുപോലത്തെ മെഡിക്കൽ, പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വേണ്ടത്ര സീറ്റുകൾ ഇല്ലാത്ത സിറ്റുവേഷൻ ആണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് LBS? LBS എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ലാൽ ബഹദൂർ ശാസ്ത്രി സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയും. ഇത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടറിൽ വരുന്ന ഒരു ബോർഡാണ്. കേരളത്തിലുള്ള നഴ്സിംഗ് ഉൾപ്പെടെ ഈ 19ഓളം പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് LBS ആണ്. അതൊരു സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പോർട്ടലാണ്. അതായത് പ്ലസ് ടു കഴിഞ്ഞ എല്ലാ കുട്ടികളും, ഇപ്പോൾ 1,00,000 കുട്ടികളുണ്ടെങ്കിൽ ഈ 1,00,000 കുട്ടികളും ഈ LBS വഴി അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇവര് ഈ 1,00,000 കുട്ടികളുടെ മാർക്കും ഇവരുടെ ഏജും മറ്റുള്ള കാറ്റഗറി അവരുടെ റിസർവേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റ് പുറത്തുവിടും. ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള കോഴ്സുകൾക്ക് നമുക്ക് അലോട്ട്മെന്റ് കൊടുക്കാൻ പറ്റും. അതായത് +1 +2 നമ്മൾ അലോട്ട്മെന്റ് കൊടുത്തല്ലോ, അതേപോലെ തന്നെ അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അലോട്ട്മെന്റ് കൊടുത്തു. നമ്മൾ ഫസ്റ്റ് സ്കൂള് ഇന്ന സ്കൂള് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അലോട്ട്മെന്റ് കൊടുത്ത് നമ്മൾ ഓർത്തിട്ടുണ്ടാവും. അതേ പ്രോസസ്സ് തന്നെയാണ് LBSഉം വരുന്നത്. ഇവിടെ +2ന്റെ മാത്രം മാർക്കാണ് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇൻഡെക്സ് മാർക്ക് നോക്കേണ്ട വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ കേരളത്തിൽ 19ഓളം പാരാമെഡിക്കൽ കോഴ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ BSc നഴ്സിംഗ് ഉണ്ട്, മെഡിക്കൽ ലാബ് ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ഒപ്റ്റോമെട്രി, BPT ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയും, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി BASLP എന്ന് പറയുന്ന കോഴ്സ്, കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഒക്യുപേഷൻ തെറാപ്പി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി. രണ്ടും റേഡിയോളജി മേഖലയിലോട്ട് പോകാൻ പറ്റുന്ന കോഴ്സാണ്. അതുപോലെ തന്നെ ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ, അതുപോലെ തന്നെ മെഡിക്കൽ ബയോ കെമിസ്ട്രി, പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് ഉണ്ട്, എമർജൻസി മെഡിക്കൽ ടെക്നോളജി, റെസ്പിറേറ്ററി ടെക്നോളജി, അനസ്തീഷ്യ ടെക്നോളജി, അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്നത് മെഡിക്കൽ മൈക്രോബയോളജി. അപ്പോൾ ഇങ്ങനെ 19ഓളം കോഴ്സുകൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ കോഴ്സുകളൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കുക. വേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. അപ്പോൾ എല്ലാവരും അപേക്ഷ കൊടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലൊക്കെ ജോയിൻ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ ലഭിക്കും. LBSന്റെ പ്ലേലിസ്റ്റ് യൂട്യൂബിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ആക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.